ശ്യാം പ്രസാദ് ഉത്തമൻ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. ശ്യാം, സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? മൃതദേഹം എപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്? സമയം കൂടി കഴിയുമ്പോൾ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തും. ഇവിടെ ഇപ്പോൾ വലിയ ഒരു ജനാവലി തന്നെയാണ്. ഈ നാട് ഒന്നടങ്കം തേങ്ങുന്ന ഒരു കാഴ്ച എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കുഞ്ഞ് കല്യാണിക്കുട്ടി അത്രയേറെ ഈ നാട്ടുകാർക്കടക്കം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അത്രയേറെ പ്രിയപ്പെട്ട ആ കല്യാണിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളടക്കം ഇവിടേക്ക് എത്തിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ MP പെന്നി ബെഹ്നാൻ അടക്കം ഉള്ളവർ ഇവിടെയുണ്ട്. നമുക്ക് MP യോട് ചോദിക്കാം. MP, വളരെ അസ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്, ദാരുണമായ സംഭവം. ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുന്നൊരു സാഹചര്യം നമുക്കെപ്പോഴും കേട്ടിട്ട് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു വിറങ്ങലിപ്പ് മാറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരിക്കലും കേൾക്കാത്തൊരു കാര്യമാണ് നമ്മൾ കേട്ടത്. ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്നലെ മുതൽ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ആ സമയം മുഴുവൻ കേരളം ഒന്നാകെ ഈ കുട്ടിക്കൊന്നും സംഭവിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മണിക്കാണ് ഈ ദാരുണമായ വാർത്ത കേട്ടത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആളുകൾക്കൊരു അതിൻ്റെ ഒരു ഭയം മാറിയിട്ടില്ല ഈ സംഭവിച്ചത്. പ്രത്യേകിച്ച് എന്താ പറയാൻ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ഉള്ള തലത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതാണ്. ഒരമ്മയ്ക്ക് എങ്ങനെ ഒരു 3 വയസ്സായ ഒരു കൊച്ചിനെ കൊല്ലാൻ സാധിക്കും? നമ്മൾ പല കൊലപാതകങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരമ്മ 3 വയസ്സായ ഒരു കൊച്ചിനെ ഒക്കത്തെടുത്തുകൊണ്ട് ഒരു കൊച്ചിനെ ഒക്കത്തിൽ നിന്നും നദിയിലേക്ക് ഇട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.